കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം സങ്കടത്തോടെ കരയുന്ന ലളിതയെ ഗംഗാധരൻ വഴക്കു പറയുകയാ. നീ എങ്ങനെ കരയാതെ ലളിതേ, അവൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിക്കേ. സുനന്ദ ഇറങ്ങിയാലോന്ന് അശ്വിനും ചോദിക്കുക. പോവാമെന്ന് ഒരു ഭാവമാറ്റവുമില്ലാതെ സുനന്ദ പറയുമ്പോഴേക്കും അശ്വിനും കൂട്ടരും കാറിനടുത്തേക്ക് പോവുകയാ. ഒരു വികാരവുമില്ലാതെ യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങിയ സുനന്ദയെ അമ്മ സങ്കടത്തോടെ പിടിച്ചു നിർത്തി ഇത്ര വർഷം ജീവിച്ച വീട് വിട്ട് ഇറങ്ങാൻ നേരത്ത് ആളെ കാണിക്കാനെങ്കിലും ഒരു തുള്ളി കണ്ണുനീരിട്ടിരിക്കുന്നില്ലല്ലോ ഡിനി. അച്ഛനെ അമ്മയും വിട്ടു പോകുന്നതിൽ ഒരു വിഷമവുമില്ല നിനക്കെന്ന് ലളിത ചോദിക്കേ. നിങ്ങൾ എന്നോട് കാണിച്ച കൊടുമ്പിരിക്കെ ഞാൻ കരഞ്ഞിരുന്നു, അത് കഴിഞ്ഞു. നിങ്ങളെ വിട്ടു പോകുന്നതിൽ എനിക്കിപ്പോ ഒരു സങ്കടവുമില്ല. ഇത്രയും കാലവും തല്ലിയും ചീത്ത വിളിച്ചും ഒരു ജയിൽ പുള്ളിയെ പോലെയാ നിങ്ങൾ എന്നെ കൊണ്ടു നടന്നത്. ഇനി എനിക്ക് സഹിക്കേണ്ടല്ലോ. എപ്പോഴെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചു പോകണമെന്നായിരുന്നില്ലേ? അത് നടന്നല്ലോ. ഇനി ഈ പൂങ്കണ്ണീര് വേണ്ട. കൈവിടന്ന് തന്നെ പിടിച്ച ലളിതയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവുകയാ. അത് കാണാൻ ലളിതയും സങ്കടത്തോടെ നെഞ്ചു പൊട്ടി കരയുകയാ. കാറിലേക്ക് കയറാൻ തുടങ്ങിയ സുനന്ദയും ഒരു നിമിഷം നിന്ന് ദേഷ്യത്തോടെ അവരെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് കാറിനകത്തേക്ക് കയറി ഡോറടയ്ക്കുമ്പോഴേക്കും പോവാമെന്ന് അശ്വിനും ചോദിക്കുക. അത് കാണാൻ ലളിതയും സങ്കടത്തോടെ കരയുമ്പോഴേക്കും അശ്വിൻ കാറുമെടുത്ത് പോവുകയാ. ആ യാത്രക്കിടയിലും സുനന്ദയുടെ മനസ്സിലേക്ക് സുഭാഷേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓടിയെത്തുന്നത്. അന്ന് ആദ്യമായി സുഭാഷേട്ടനോട് തന്റെ ഇഷ്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർത്തെടുക്കുകയാ. എനിക്ക് സുഭാഷേട്ടനെ ഇഷ്ടാ, കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാനുള്ളൊരു ഇഷ്ടം. പക്ഷെ അത് നടക്കില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞതോർത്തവൾ സങ്കടത്തോടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് കണ്ട അശ്വിനും തന്റെ കൈ അവളുടെ കയ്യിൽ ചേർത്ത് വെച്ച് അവളെ ആശ്വസിപ്പിക്കുകയാ. അവിടെ ഇന്റർവ്യൂവിന് ഇറങ്ങിയ നിധിയും സുധീഷും കാറിൽ പോയിക്കൊണ്ടിരിക്കുക. സുധീഷ് കാറിൽ വെച്ച പാട്ടിനകത്ത് സന്തോഷത്തോടെ കൂടെ പാടിക്കൊണ്ടിരിക്കുക നിധിയും. അത് കാണാൻ സുധീഷും നിധി വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കേ. പിന്നല്ലാതെ, ഒരുപാട് കാലത്തെ ആഗ്രഹമല്ലേ നടക്കാൻ പോകുന്നത് എന്നവളും സന്തോഷത്തോടെ ചോദിക്കുക. അപ്പോൾ ജോലിക്ക് പോകാനുള്ള മൂഡിലൊക്കെ ആയല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതിനു വേണ്ടിയല്ലേ ഇത്രയും സാഹസമൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് ചാടി ഇവിടം വരെ എത്തിയത് എന്ന് നിധി പറയേ. ഓ അങ്ങനെയാണോ എന്ന് സുധീഷും. എന്താ സംശയം, ആ ഓസ്ട്രേലിയൻ കങ്കാരുന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് ഇങ്ങനൊരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ ജീവിക്കാനല്ലേ എന്നവൾ പറയേ. അത് ശരിയാ, ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോ പുതിയ ഫ്രണ്ട്സ് വരും, പുതിയ കൂട്ടുകെട്ടുണ്ടാവും എന്നൊക്കെ സുധീഷ് പറയേ. എന്താ സംശയം, പുതിയ മെയിൽ ID, പുതിയ ഗ്രൂപ്പുകള്, അങ്ങനെ എല്ലാം പുതിയതെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോ ഈ സാധുക്കളെയൊക്കെ മറക്കുമായിരിക്കുമല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ചാൻസ് ഉണ്ടെന്ന് ചിരിയോടെ നിധിയും. വീട്ടിലെ മറ്റാരെയും മറക്കാൻ സാധ്യതയില്ല, പക്ഷെ ഇയാൾ എന്തായാലും മറക്കും, ഉറപ്പാ എന്നവൾ പറയെ ചമ്മലോടെ. താങ്ക്സ് എന്ന് സുധീഷും. അല്ല, നിധിക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടാവുമല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. എന്ത് എന്ന് സംശയത്തോടെ നിധി. അല്ല, ഈ പാക്കേജ് എന്ന് സുധീഷ് പറയേ. വലിയ കമ്പനിയല്ലേ, അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ തരക്കേടില്ലാത്ത പാക്കേജ് തരും. അതൊക്കെ ഫിക്സ് ചെയ്യാനാ ഇന്ന് HR മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഫിനാൻഷ്യലി ഒന്ന് സെറ്റായാൽ തന്നെ പാതി പ്രശ്നം തീർന്നു. ഇഷ്ടമുള്ളത് വാങ്ങാം, ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാം. നികേഷ് പറഞ്ഞതുപോലെ ഒരു സ്കൂട്ടറൊക്കെ വാങ്ങണം എന്ന് നിധി പ്രതീക്ഷയോടെ പറയേ. ചിരിയോടെ ആദ്യത്തെ മാസത്തെ ശമ്പളം കൊണ്ടോ എന്ന് സുധീഷും. കളിയാക്കല്ലേ, അത് പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയില്ലേ. എല്ലാ മാസവും കുറേശ്ശെ പൈസ മാറ്റിവെച്ചാ അതൊക്കെ നടക്കുമല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ ചിരിയോടെ ഓക്കെ എന്ന് സുധീഷും. എന്താ ചിരിക്കുന്നേ എന്ന് നിധി ചോദിക്കേ. ഏയ് അതല്ല, എന്താഗ്രഹിച്ചാലും കിട്ടുന്ന സ്ഥലത്ത് ജീവിച്ചൊരാള് ഇങ്ങനെ സ്വപ്നം കാണുന്നല്ലോ എന്നോർത്ത് ചിരിച്ചതാണ് എന്ന് സുധീഷും. സ്വന്തം അധ്വാനം കൊണ്ട് ഒരു മൊട്ടുസുചി വാങ്ങുന്നതും വീട്ടിലെ സ്വത്തുപയോഗിച്ച് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ, അതിലൊരു അഭിമാനമുണ്ടെന്ന് നിധിയും. അപ്പൊ ഈ സ്കൂട്ടർ വാങ്ങുന്നവരെ ഞാൻ ഡ്രോപ്പ് ഒക്കെ ചെയ്യാമല്ലേന്ന് സുധീഷ് ചോദിക്കേ. അത് വേണ്ട, ഞാൻ ക്യാബ് വിളിച്ചു പോയി വന്നോളാം, അതാ സൗകര്യം. ഒരു വർഷമൊക്കെ കഴിയുമ്പോ ഒരു കാർ വാങ്ങണം. ആ കാർ ഡ്രൈവ് ചെയ്ത് വേണം ഓഫീസിൽ പോവാൻ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എന്ന് നിധി ചോദിക്കേ. പറ എന്ന് സുധീഷും. ഒരു കയ്യിൽ കോൾഡ് കോഫിയൊക്കെ വെച്ച് ഒരു കൈ സ്റ്റിയറിംഗിലും വെച്ച് പാട്ടൊക്കെ വെച്ച് കാർ ഓടിച്ച് ഓഫീസിലേക്ക് പോണം എന്ന് നിധി ചിരിയോടെ പറയേ. ആ സമയത്തെ ഒരു മഴ കൂടി വേണം, അടിപൊളിയായിരിക്കുമെന്ന് സുധീഷും. അതുകൾക്ക് സന്തോഷത്തോടെ ആ ശരിയല്ലേ, നല്ല രസമായിരിക്കും നിധിയും. അതെ, വൈകിട്ട് തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ മുടിഞ്ഞ ട്രാഫിക്കുമായിരിക്കും, അതിന്റെ കൂടെ മഴ പെയ്ത് തമ്പാനൊരു മുഴുവൻ വെള്ളത്തിലുമായിരിക്കണം. ബസ്സുകളും ലോറികളും ചെളികൾ ഇങ്ങനെ കാറിൽ തെറിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവിടെ നിന്നുള്ള വേസ്റ്റ് ഒക്കെ റോഡിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങി ആളുകളൊക്കെ കഷ്ടപ്പെട്ടിങ്ങനെ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നത് നോക്കി ഇങ്ങനെ ക്ലച്ചും താങ്ങി ഇഴഞ്ഞിഴഞ്ഞിങ്ങനെ ആഹാ എന്തൊരു അനുഭൂതി, വാവ്. അപ്പോഴേ വണ്ടിയിൽ മറ്റേ പാട്ടും കൂടി വേണം. ഏതാന്നറിയോ, മഴയെ തൂമഴയെ എന്നവൻ ചിരിയോടെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ തോലച്ചു.
എന്ത് കഷ്ടായത്, ആ ഫീല് മുഴുവൻ കളഞ്ഞു എന്ന് പറയേ. അല്ല, ശരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് നിധി അറിയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഭാവനയല്ലല്ലോ ജീവിതം, അത് മനസ്സിലാക്കിയാ മതിയെന്ന് സുധീഷും. ഓ, അരസികമാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേഷ്യത്തോടെ നെരിയും. സുധീഷും ചിരിയോടെ, ഓ ഞങ്ങളൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാലേ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഏതെങ്കിലും തട്ടുകടയിൽ കയറി ഒരു കട്ടൻ കാപ്പിയും സിഗരറ്റും വാങ്ങി ചുമ്മാ ഇങ്ങനെ ഇരിക്കുമെന്ന് സുധീഷ് പറയുന്നത് കേൾക്ക് ഇയാൾ സിഗരറ്റ് വലിക്കോ എന്ന് നിധിയും. അത് കേൾക്കാൻ ഞെട്ടലോടെ, അല്ല എപ്പോഴും ഇല്ല കേട്ടോ, ഇങ്ങനെ മഴ പെയ്യുമ്പോഴും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പെയ്യാത്തപ്പോഴും എന്ന് നിധിയും. ഏയ്, ഞാൻ അന്തമാതിരി ആള് കിടയാതെ, ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ നിർത്തിക്കോളാമെന്ന് സുധീഷും. ഇയാൾ വലിക്കോ വലിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോ, അത് ഞാനെന്തിനറിയണം എന്ന് ദേഷ്യത്തോടെ ചോദിക്കേ. അല്ല, ഈ ശ്വാസകോശമൊക്കെ സ്പോഞ്ച് പോലെയാണല്ലോ, അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിധിക്ക് വിഷമമാവില്ലേ എന്ന് സുധീഷും. നിങ്ങളുടെ സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തെ പറ്റി നിങ്ങൾക്ക് വിഷമമില്ല, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണമെന്ന് നിധിയും. അത് കേൾക്കെ സുധീഷും, ഓ ഡാർക്ക്, എന്റെ വീട്ടിൽ എല്ലാവരോടും ഇഷ്ടവും കരുതലൊക്കെ ആണല്ലോ, എന്നോട് അതൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്തടിച്ച പോലെ മറുപടി. അതെന്താ എന്നോട് മാത്രം അങ്ങനെയെന്ന് സുധീഷും. അവരൊക്കെ എന്നോട് നല്ല രീതിയിലാ പെരുമാറുന്നത്, നിങ്ങൾ അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്ത് ചെയ്തെന്നാ എന്ന് സുധീഷും. ഫുൾ ടൈം നുണയുടായിപ്പും അത് പോരെ എന്ന് നിധിയും. അതെ, അത് വിട്ടെ നമുക്ക് ഈ വൈബ് ശരിയാവില്ല, പഴയ ആ മൂഡിലേക്ക് തന്നെ പോയേ. കോൾഡ് കോഫി, പാട്ട്, മഴ, നല്ല സ്മൂത്ത് റോഡ്, നോ ട്രാഫിക്, പോരാത്തതിന് പാട്ടിന്റെ താളത്തിനൊത്ത് പതിയെ ആടുന്ന വൈപ്പർ കണ്ടില്ലേ, ഇതുപോലെ എന്ന് പറഞ്ഞ് കാറിന്റെ വൈപ്പർ ഇട്ടുകൊണ്ട് അവൻ മഴയെ തുമഴയെ എന്ന പാട്ട് ഈണത്തിൽ പാടുകയാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് നിധിയും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അവിടെ ഹരീഷിന്റെ മെക്കാനിക്കൽ ഷോപ്പിലേക്ക് സ്കൂട്ടിയും തള്ളിക്കൊണ്ടുവരുന്ന നീതുവിനെയാണ് കാണിക്കുന്നത്. അവിടെ വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന ടിറ്റോയും അവളെ കണ്ട് എഴുന്നേറ്റ്, ആഹാ, സാധാരണ നടന്നാണല്ലോ വരുന്നത്, ഇന്നെന്താ ഇതും തള്ളിപ്പിടിച്ചോണ്ട് എന്ന് ചോദിക്കേ. ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്, അല്ല നിങ്ങളുടെ മെക്കാനിക് എവിടെയെന്ന് നീതുവും. ഒരു വണ്ടി ശരിയാക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരുമെന്ന് ടിറ്റോയും. ഓഹോ, അപ്പൊ പോയി നന്നാക്കുന്ന ഏർപ്പാടുമുണ്ടോ എന്ന് നീതു ചോദിക്കേ. പിന്നെ ഹരീഷ് ഏട്ടൻ ഏത് വള്ളിയും പിടിക്കും, അതുകൊണ്ടല്ലേ കുട്ടി ഇവിടെ നിൽക്കുന്നതെന്ന് ടിറ്റോയും. അത് കണ്ടവൾ ദേഷ്യത്തോടെ ടിറ്റോയെ നോക്കുമ്പോഴേക്കും, അല്ല ഹരീഷ് ഏട്ടൻ ഏത് വണ്ടി നന്നാക്കും, കംപ്ലൈന്റ് എന്താ, ഞാൻ ശരിയാക്കി തന്നാ പോരെ എന്ന് ടിറ്റോയും ചോദിക്കുക. അതെ, ഹരീഷിനോട് നേരിട്ട് പറഞ്ഞോളാമെന്ന് നീതു പറയേ. ഓ, അപ്പോ വണ്ടി നന്നാക്കാൻ വന്നതല്ല, ഹരീഷ് ഏട്ടനെ മീറ്റ് ചെയ്യാൻ വന്നതാണല്ലേ എന്ന് ടിറ്റോയും. ഞാൻ എന്തിനാ അവനെ മീറ്റ് ചെയ്യണം, വേറെ പണിയില്ലേ എന്ന് നീതു ചോദിക്കുമ്പോഴേക്കും ചന്തുവിന്റെ സ്കൂട്ടിയിൽ ഹരീഷ് അവിടെ വന്നിറങ്ങുകയാ. ഹരീഷ് അവരുടെ അടുത്തേക്ക് ചെന്ന് ടിറ്റോ എന്ന് വിളിക്കേ. എന്താ ആശാനെന്ന് ടിറ്റോയും. വണ്ടി റൂട്ട് മാറി വന്നിരിക്കുകയാണല്ലോ എന്ന് ഹരീഷ് ചോദിക്കുക. ടിറ്റോ, റൂട്ട് മാറി പോയേനെ, പക്ഷേ ഈ സ്ഥിരം കാണുന്ന സ്ഥലമല്ലേ എന്ന് വിചാരിച്ച് കയറിയതാ, നിങ്ങളുടെ മെക്കാനിക്കിനോട് വേഗം നോക്കാൻ പറയുന്ന നീതുവും. ഹരീഷ് വീണ്ടും, ടിറ്റോ നീയും മെക്കാനിക്കല്ലേ, ഒന്ന് നോക്കിയെന്ന് പറയേ. ടിറ്റു ആ വണ്ടി ഒന്ന് നോക്കിക്കൊണ്ട്, കാണുമ്പോ വലിയ തകരാറൊന്നും തോന്നുന്നില്ല, പിന്നെ ആശ നോക്കിയാ ചിലപ്പോ എന്ന് പറയുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ചന്തുവും ഇങ്ങോട്ട് മാറിയേ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് സ്റ്റാർട്ട് ആവുകയാ. അത് വേണേ ഓക്കെ ആയല്ലോ എന്ന് ടിറ്റോ ചോദിക്കേ. അയ്യോ, സ്റ്റാർട്ട് ആയോ എന്ന് നീതുവും. അപ്പോഴേക്കും ടിറ്റോയും, ആശാനെ കേട് വണ്ടിക്കല്ല എന്ന് പറയേ. കേടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും ദൂരം തള്ളിക്കൊണ്ടുവരുമോ എന്ന് നീതുവും ചോദിക്കുക. എന്നാ ഇനി ഓടിച്ചു പോയിക്കോന്ന് ചന്തു പറയേ. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ആവുന്നില്ലെന്നേ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. ഒന്നുകൂടി അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും സ്റ്റാർട്ട് ആവുന്നില്ല, കണ്ടില്ലേ, ഇതാണ് പ്രശ്നം എന്ന് നീതു പറയേ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല ഹരീഷ് ഏട്ടാ, ഹരീഷ് ഏട്ടനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ചന്തു എവിടുന്ന് പോവുകയാ. ഹരീഷ് ചെന്ന് ആ വണ്ടി ഒന്ന് നോക്കിക്കൊണ്ട്, ടിറ്റോ ഇത് വിശദമായിട്ട് നോക്കേണ്ടി വരും എന്ന് പറയേ. നീതുവും, ടിറ്റോ അതിനല്ലേ ഞാൻ ഇത്രയും ദൂരം തള്ളിക്കൊണ്ട് വന്നത് എന്ന് പറയേ. എന്നാ ഇരിക്കാൻ പറ ടിറ്റോ എന്ന് ഹരീഷും. അങ്ങനെ എന്നെ ആരും ഇരുത്താൻ നോക്കണ്ട ടിറ്റോ എന്ന് പറഞ്ഞു നീതു അകത്തേക്ക് കയറി ഒരു സ്റ്റൂൾ എടുത്തിട്ടിരിക്കുക. വണ്ടി റിപ്പയർ ചെയ്യുന്നതിനിടയിൽ ചായ വേണമെന്ന് ചോദിക്കടിട്ടോ എന്ന് ഹരീഷ് പറയെ. എനിക്ക് വേണ്ടെന്ന് പറടിട്ടോ എന്ന് നീതു. ഇത് നിങ്ങൾക്ക് തന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞൂടെ, നിങ്ങൾ എന്തിനാ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ടിറ്റോ ടിറ്റോ എന്ന് പറയുന്നത്. ചന്തു വാടാ, നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം എന്ന് വിളിച്ച് ചന്തുവിനെയും കൂട്ടി ചായ കുടിക്കാനായി പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും നീതുവും ഹരീഷും പരസ്പരം പ്രണയത്തോടെ നോക്കി ചിരിയോടെ കണ്ണുകളിലൂടെ പ്രണയം പങ്കുവെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ചായകുടിയെല്ലാം കഴിഞ്ഞ് ചന്തുവും ടിറ്റോയും അങ്ങോട്ടെത്തുകയാണ്. അപ്പോഴും വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിന്റെ അടുത്തേക്ക് ചെന്ന്, ആശാനെ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ടിറ്റോ ചോദിക്കേ. ഇതിന് ഒരുപാട് പണിയുണ്ട് ടിറ്റോ, ഇപ്പോഴൊന്നും തീരില്ലെന്ന് ഹരീഷും. എന്ത് വേണം ടിറ്റോ എന്ന് നീതു ചോദിക്കേ. എടാ പോയിട്ട് വൈകിട്ട് വരാൻ പറ ടിറ്റോ എന്ന് ഹരീഷും. തീർന്നാ അപ്പൊ കൊടുക്കാം, അല്ലെങ്കിൽ നാളെ എന്ന് ടിറ്റോ പറയുമ്പോഴേക്കും നീതുവും എഴുന്നേറ്റുകൊണ്ട്, വൈകിട്ട് എനിക്ക് കിട്ടണം ടിറ്റോ, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാ. ഹരീഷ് അവൾ പോകുന്നത് നോക്കി നിൽക്കേ. ഹരീഷ് ഏട്ടാ, ശരിക്കും ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ടിറ്റോയും. ഇല്ലെങ്കിൽ നീ നോക്ക്, ആ സെൽഫിന്റെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹരീഷ് അവിടുന്ന് പോവുകയാ. തന്റെ മൊബൈൽ എടുത്ത് ആരെയോ കോൾ ചെയ്യുന്ന പോലെ കാണിച്ച് നീതുവിനെ നോക്കി നിൽക്കുമ്പോഴേക്കും നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന നീതുവും പ്രണയത്തോടെ ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കുകയാ. ഇടയ്ക്കിടെ അവനെ തിരിഞ്ഞു നോക്കി കണ്ടവൾ നടന്നു നീങ്ങുമ്പോഴേക്കും ഹരീഷും ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽപ്പാ.
സുധീഷും നിധിയും അപ്പോഴേക്കും ഇന്റർവ്യൂ നടക്കുന്ന ആ കമ്പനിയിൽ എത്തിയിരുന്നു. അറിഞ്ഞിറങ്ങാൻ തുടങ്ങുന്ന നേരം പോയിട്ട് വരട്ടെ എന്ന് നിധി ചോദിക്കെ പോയി വിജയ ശ്രീലളിതയായി തിരിച്ചുവാ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് സുധീഷും. അല്ല സുധീഷ് വേണമെങ്കിൽ പൊക്കോളൂ ഞാൻ എന്ന് നിധി പറയേ, എന്തിനാ ഈ ചാടാ, എപ്പോഴും പറയുന്നതല്ലേ ഇത്, എന്നിട്ട് ഞാൻ പോയിട്ടുണ്ടോ, ഞാൻ പോവില്ലെന്ന് അറിയുന്നത് കൊണ്ടല്ലേ തിരിച്ചു വന്ന ഉടനെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ നോക്കുന്നത് അല്ലേ, അതുകൊണ്ട് പോയി ജയിച്ചു വാ, വേണമെങ്കിൽ കൊണ്ടുവന്ന് വിട്ടതിനുള്ള ടാക്സി ചേർത്ത് തന്നോ, അതാണല്ലോ ശീലം എന്ന് സുധീഷ് ചിരിയോടെ പറയേ. ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി ഇറങ്ങുന്നേരം ഓൾ ദി ബെസ്റ്റ് എന്ന് സുധീഷ് വീണ്ടും വിഷ് ചെയ്യുക. ഒരു ചിരിയോടെ അവൾ നടന്നു നീങ്ങുന്നേരം സുധീഷും കാറിൽ മൊബൈലും നോക്കി ഇരിപ്പാ. നിധി റിസപ്ഷനിലേക്ക് ചെന്ന് എക്സ്ക്യൂസ് മീ, ഞാൻ നിധി, HR ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയേ, വെയിറ്റ് ചെയ്യൂ ഞാൻ ഇൻഫോം ചെയ്യാമെന്ന് അവരും ഓക്കെ പറഞ്ഞ് അവൾ റിസപ്ഷൻ ഏരിയയിലേക്കുള്ള ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും അന്ന് സെലക്ട് ചെയ്ത ആ പയ്യനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരാൾ അകത്തേക്ക് കയറി പോകുന്നത് കാണേ, ആ പോയത് GM ആണെന്ന് തോന്നുന്നെന്ന് കൂടെയുള്ള പയ്യൻ നിധിയോടായി പറയുക. അപ്പോഴേക്കും ആ കമ്പനിയിലേക്ക് തന്റെ കാറിൽ സൂര്യയും എത്തുകയാ. സൂര്യ സുധീഷിന്റെ കാറിന്റെ തൊട്ടടുത്ത് തന്നെ കാർ നിർത്തിയിറങ്ങി നടന്നു പോകുമ്പോഴേക്കും കാറിന്റെ അപ്പുറത്തെ സൈഡിൽ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുധീഷും അത് കാണുന്നില്ലായിരുന്നു. ആ സമയത്താണ് നിധിക്കും ഏടത്തിയുടെ കോൾ വരുന്നത്. അവൾ ആ ചെയറിൽ നിന്നീറ്റ് അതുമായി നടന്നു നീങ്ങി. ആ ഏടത്തി, ഞാൻ ഇവിടെ ഓഫീസിലാ. ഇല്ല തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങുമെന്ന് തോന്നുന്നു, GM വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുമ്പോഴേക്കും അവിടേക്ക് എത്തുന്ന സൂര്യയും അപ്പുറത്ത് മാറി നിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിധിയെ ഒരു നിമിഷം തന്റെ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തി സംശയത്തോടെ നോക്കിക്കൊണ്ട് റിസപ്ഷനിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്ന് എക്സ്ക്യൂസ് മീ, ആരാ പെൺകുട്ടി, എന്തിനു വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കേ, അവർ ഇന്റർവ്യൂവിന്റെ ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിഞ്ഞവരാ, ഇപ്പോ HR ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയേ. ഓഹോ നൈസ് എന്ന് പറഞ്ഞ് നിധിയൊന്ന് നോക്കിക്കൊണ്ട് അവർക്ക് താങ്ക്സ് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാ. അവൻ GMന്റെ ക്യാബിനിലേക്ക് കയറി ചെന്ന് ഹലോ എക്സ്ക്യൂസ് മീ എന്ന് വിളിക്കുമ്പോഴേക്കും GMും ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് ഹലോ സൂര്യ, വാ വാ എന്ന് വിളിക്കുമ്പോഴേക്കും സൂര്യയും അങ്ങോട്ട് നടന്നു ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് ഹേയ് മാൻ എന്ന് വിളിക്കേ. ഹൗ ആർ യു എന്ന് GMും. ഐ ആം ഫൈൻ ബ്രദർ എന്ന് സൂര്യ പറയുമ്പോഴേക്കും ഇരിക്കൂ എന്ന് GMും. സൂര്യയും താങ്ക് യു പറഞ്ഞ് ആ ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് ആക്ച്വലി ഞാൻ വന്നത് ഒരു ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാ, പക്ഷെ ഇവിടെ വന്നപ്പോഴാ അതിനേക്കാൾ മുമ്പ് പരിഹരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്, അതിന് മിസ്റ്റർ അക്ഷയ് എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്ന് സൂര്യ പറയേ. ടെൽ മാൻ എന്താ ചെയ്യേണ്ടതെന്ന് അക്ഷയും. സൂര്യ അയാളോട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നിധിയും തന്റെ കോൾ കഴിഞ്ഞ് ആ ചെയറിലേക്ക് വന്നിരിക്കുക. സൂര്യ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത്രയുള്ളൂ, യു ഡു വാട്ട് എവർ യു വാണ്ട്, അത് കഴിയുന്നവരെ ഞാൻ ആ റൂമിലുണ്ടാവും പോരെ എന്ന് അക്ഷയ് ചോദിക്കേ. സൂര്യയും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോഴേക്കും റിസപ്ഷനിലേക്ക് കോൾ വരിക. റിസപ്ഷനിസ്റ്റ് ആ കോൾ അറ്റൻഡ് ചെയ്ത് ഓക്കെ പറഞ്ഞ് നിധിയോടായി നിധി അകത്തേക്ക് ചെല്ലു വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിധിയും സന്തോഷത്തോടെ അകത്തോട്ട് കയറി പോവുകയാ. നിധി അകത്തേക്ക് കയറി എക്സ്ക്യൂസ് മീ സർ എന്ന് വിളിക്കുമ്പോഴേക്കും ചെയറിൽ പിന്തിരിഞ്ഞിരിക്കുകയായിരുന്ന സൂര്യയും യെസ് കമിൻ എന്ന് വിളിക്കുക. നിധിയും ചിരിയോടെ അകത്തേക്ക് കയറി പോവുകയാ. അവൾ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുമ്പോഴേക്കും ഗുഡ് മോർണിംഗ്, ടേക്ക് യുവർ സീറ്റ് എന്ന് പിന്തിരിഞ്ഞിരിക്കുകയായിരുന്ന സൂര്യയും പറയേ. നിധി ആ ചെയറിലേക്ക് ഇരിക്കുക. ഒരു പൊട്ടിച്ചിരിയോടെ സൂര്യ അവളുടെ നേരെ തിരിയുമ്പോഴേക്കും നിധിയും ഒരു ഞെട്ടലോടെ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക. അവളുടെ മനസ്സിലേക്ക് അന്ന് രാത്രി സുധീഷിന്റെ കൂടെയുള്ള യാത്രയിൽ സൂര്യയെ വിളിച്ച് അധിക്ഷേപിച്ചതാണ് ഓടിയെത്തുന്നത്. അവളുടെ അമ്പരപ്പോടെയുള്ള ആ നിൽപ്പ് കണ്ട് ഷോക്കായല്ലേ? യു റിയലി ഷോക്ക്ഡ്, ഐ നോ. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തിരുന്ന ഇവൻ അതെല്ലാം ഉപേക്ഷിച്ച് ഈ കമ്പനിയുടെ HR ആയോന്നായിരിക്കും ഇപ്പൊ വിചാരിക്കുന്നത് അല്ലേ? നോ നോ നോ, ഞാൻ HR മാനേജർ അല്ല, പക്ഷേ ഈ കമ്പനി എന്റെ സുഹൃത്തിന്റെയാ, ഒരു തരത്തിൽ എന്റെ കമ്പനി പോലെ തന്നെ. ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എനിക്കുമുണ്ട്, പക്ഷേ പോളിസി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇടപെടുന്നു. എന്നെ തള്ളിക്കളഞ്ഞിട്ട് മറ്റൊരാളെ തിരഞ്ഞെടുത്തപ്പോ അതെന്നേക്കാൾ ബെറ്റർ ആയ ഒരാളായിരുന്നെങ്കിൽ ആദ്യം ദേഷ്യം തോന്നുമെങ്കിലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. ഇത് പക്ഷേ ഒരു ഡ്രൈവറെയും കെട്ടി ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിൽ താമസിച്ച് കമ്പനികൾ തോറും ജോലിയും തേടി നടക്കേണ്ടി വന്നല്ലോ നിനക്ക് എന്ന് സൂര്യ കളിയാക്കേ. ഞാൻ വന്നതേ HR മീറ്റിങ്ങിനാ, നിങ്ങളുടെ വാചകമടി കേൾക്കാനല്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് നിധി ഇറങ്ങി പോവാൻ തുടങ്ങുന്നേരം ഏയ് ഹലോ നിക്ക് എന്ന് സൂര്യ വിളിക്കുമ്പോഴേക്കും സംശയത്തോടെ സൂര്യയെ തിരിഞ്ഞു നോക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സൂര്യയിൽ നിന്നും അപമാനിതയായി കാറിലിരിക്കുന്ന നിധിയെ സുധീഷ് ധൈര്യം പകർന്ന് ആശ്വസിപ്പിച്ച് ഒരു ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് പരാജയം സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിക്കണമെന്നും അപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.